നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വർദ്ധിച്ചു വരുന്ന സ്ത്രീരോഗങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ മുൻപന്തിയിലുള്ള പേരാണ് PCOD എന്നുള്ളത്, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്നുള്ളത്. സ്ത്രീവന്ധ്യതയ്ക്ക് വരെ കാരണമാകാവുന്ന ഒരു രോഗം അല്ലെങ്കിൽ രോഗലക്ഷണമാണ് PCOD. ഇന്ന് PCODയെ കുറിച്ചാണ് ഡോക്ടർ ക്യൂവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്കിപ്പോൾ അതിഥിയായി ചേരുന്നത് തിരുവനന്തപുരം പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ രാഖയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഇന്ന് വർദ്ധിച്ചു വരുന്ന രോഗങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ, സ്ത്രീ രോഗങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിന് മുൻപന്തിയിലുള്ള ഒരു പേരാണ് PCOD എന്നുള്ളത്. ഇന്ന് വ്യാപകമായി നമുക്ക് കേൾക്കാം PCOD ഉണ്ട്, എനിക്ക് PCOD ആണെന്നൊക്കെ നിരവധി ആളുകൾ പറയുന്നത്. ശരിക്കും എന്താണ് ഈ PCOD? ആക്ച്വലി ഒരു 1935ഓടെയാണ് ഈ രോഗം ആക്ച്വലി ആദ്യമായിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത്. ഡോക്ടർ സ്റ്റീൻ, ഡോക്ടർ ലെവൻതാൽ എന്നിട്ട് 2 ഡോക്ടേഴ്സാണ് ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പം ഇത് പല സ്ത്രീകളിൽ കാണപ്പെടുന്ന എൻഡോക്രൈനോളജി രോഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് PCOD എന്ന് നമുക്ക് പറയാം. അപ്പം അത് കൗമാരപ്രായക്കാരിലുണ്ട്, കുറച്ചും കൂടെ മുതിർന്ന സ്ത്രീകളിലുണ്ട്, ഒരു ആർത്തവം നിൽക്കുന്നത് വരെയുള്ള സ്ത്രീകളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ക്രമം തെറ്റിയ ആർത്തവം. ഒന്നിലും ആർത്തവം 3-4 മാസം വരാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വരുമ്പം അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ട് വരിക, ചിലപ്പോൾ ഗുളിക കഴിച്ചാൽ മാത്രമേ ബ്ലീഡിംഗ് വരുള്ളൂ എന്നൊരവസ്ഥ, പിന്നെ അമിതമായിട്ടുള്ള രോമവളർച്ച, അമിതവണ്ണം, പിന്നെ കാലക്രമേണ ഈ രോഗികളിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ മറ്റു പല ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ്. ഇതിന്റെ ഒരു കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഒരു വ്യക്തിയിൽ PCOD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉടലെടുക്കാൻ കാരണം? ആക്ച്വലി നമുക്കൊരു കാരണം പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ചിക്കൻ ബോക്സ് വരുന്നത് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്, ട്യൂബർക്കുലോസിസ് വരുന്ന മൈക്കോബാക്ടീരിയം വിഭാഗത്തിൽ, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു പോളിജീനിക് ആൻഡ് മൾട്ടിഫാക്ടോറിയൽ ആണ്, അതായത് ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ ജീൻസിൻ്റെ മ്യൂട്ടേഷനെ നമ്മൾ പരിസ്ഥിതിയിലുള്ള പല മാറ്റങ്ങളും ട്രിഗർ ചെയ്യുമ്പോഴാണ് ഈ PCO എന്ന രോഗം ഒരു രോഗിക്ക് വരുന്നത്. നമുക്കൊരു എക്സാക്ട്ലി ഇന്ന കാരണമാണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, കോളറിലേക്ക് പോയിട്ട് തിരികെ എത്താം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? കോളർ കട്ടായിരിക്കുകയാണ്, നമുക്ക് മടങ്ങിയെത്താം അതിലേക്ക്. ഡോക്ടർ, ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു യുവതിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്ത് രീതിയിലുള്ള, ഇപ്പം നമ്മളുടെ ആർത്തവം ക്രമമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്ത് രീതിയിലുള്ള മാറ്റമാണ് അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ഒരു സ്ത്രീയിൽ സാധാരണഗതിയിൽ നമുക്ക് ആർത്തവം വരുന്നത് നമ്മുടെ ആ ഹോർമോണിൻ്റെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഇപ്പം ആർത്തവത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണാണ് കൂടുതലായിട്ടുള്ളത്, രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ്. അതൊരു സൈക്ലിക്കലാണ്, കോൺസ്റ്റൻ്റ് അല്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു സൈക്ലിസിറ്റി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ഇപ്പം ഈസ്ട്രജൻ്റെ അളവ് കൂടി നിൽക്കുകയും പ്രൊജസ്ട്രോൺ കുറയുകയും LH എന്ന ഹോർമോണും കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് PCOSൽ കാണപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ പേഷ്യൻസ് മിക്കവാറും ആൾക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നുണ്ട് ആവശ്യത്തിന്, പക്ഷേ അതിനോടുള്ള സെൻസിറ്റിവിറ്റി, കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയുകയും ഇൻസുലിൻ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ആ സമയം നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് മെറ്റബോളിസം ശരിയായിട്ട് നടക്കാതെ വരികയും ഈ കൂടിയിരിക്കുന്ന ഇൻസുലിൻ, ആൻഡ്രോജൻസ്, അതായത് സ്ത്രീ ശരീരത്തിലും പുരുഷ ഹോർമോൺ ഉണ്ട്, പക്ഷേ അത് എപ്പോഴും ഒരു അനുപാതമുണ്ട് അതിന്, ആ ഒരു അനുപാതം നഷ്ടപ്പെടുകയും പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പം അതാണ് ഈ അമിത രോമ വളർച്ചയ്ക്കും ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം. നമുക്കൊരു കോളറിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് എറണാകുളം ജില്ലയില് രാജമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. അത് എന്റെ മോള് മാരീഡായിട്ട് 3 മാസമായിട്ടുള്ളൂ. ഓക്കെ. ആ കുട്ടിക്ക് പീരീഡ് റെഗുലർ ആയെങ്കിലും ഇടയ്ക്ക് നേഴ്സായിരുന്നു, റെഗുലറായി വന്നു. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. പറഞ്ഞോളൂ. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് പൂർത്തിയാകുന്നതിനപ്പുറം മാര്യേജ് നടന്നു. ഇപ്പൊ അവര് ഗുജറാത്തില് ജോലി ചെയ്യുവാണ്, നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ശരി. അപ്പം 3 മാസമായ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പം കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ പീരീഡ് റെഗുലർ ആണ്. ഇപ്പം പീരീഡിന്റെ സമയമാണ്. അവർക്ക് ഇങ്ങനെ ഒരു സിൻഡ്രോം ഉണ്ടായിരുന്നു. നേരത്തെ PCOS ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്.
കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര വയസ്സുണ്ട് മോൾക്ക്? കുട്ടിക്ക് 27 വയസ്സുണ്ട്. 27 വയസ്സ്. കല്യാണം കഴിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. പക്ഷെ ഇപ്പം പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ ചെയ്യാവുന്ന ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് വണ്ണം അധികമുള്ള ആളാണോ അതോ? അല്ല, വണ്ണം കുറവാണ്. എന്തിനും ആവശ്യം ഇപ്പൊ തടി വെച്ചിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് തടി വെച്ച് നന്നായിട്ട്. ശരി. അപ്പം PCO ഉള്ള ആൾക്കാരിൽ നമ്മൾ അമിതവണ്ണം ഒട്ടുമേ നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. അപ്പം എപ്പോഴും നമ്മുടെ നോർമൽ ബോഡി വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ആർത്തവം വരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഫോളിക്കുലർ സ്റ്റഡി നടത്തി ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം വേറെ ഹസ്ബൻഡിനും വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നാച്ചുറൽ രീതിയിൽ തന്നെ 6 മാസം ട്രൈ ചെയ്യാവുന്നതാണ് അവർക്ക് പ്രഗ്നന്റ് ആവാനായിട്ട്. അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് അതനുസരിച്ചുള്ള ചികിത്സ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ അതെ. ഡോക്ടർ, ഇനി നമുക്ക് PCOD എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇപ്പൊ സാധാരണ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് PCOD ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്? എന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയും? സാധാരണ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം നമ്മൾ ക്ലിനിക്കലി, അതായത് നമ്മളൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് കുറച്ച് ലക്ഷണങ്ങളായിട്ട് വരിക, നമ്മൾ അവരെ പരിശോധിക്കുക. അതുകൂടാതെ കുറച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ശരിക്കും ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ, അതായത് ഇപ്പം ഈ ക്രമം തെറ്റിയ ആർത്തവം, അമിത രോമ വളർച്ച, അതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പം തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനം, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ട്യൂമറോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ, ഇതെല്ലാം അമിത രോമ വളർച്ചയും ഈ ക്രമം തെറ്റിയ ആർത്തവവും ഉണ്ടാക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് ഒരു കുട്ടിയെ, പ്രത്യേകിച്ചും കൗമാരക്കാരാണ് യൂഷ്വലി വരുന്നത്, കാരണം പീരിയഡ്സ് തുടങ്ങി ക്രമം അല്ലാതെ വരിക, അമിതമായിട്ട് വണ്ണം വെക്കുക, ആക്നെ, മുഖക്കുരു, അതുപോലെ അമിതമായിട്ടുള്ള രോമ വളർച്ച, ഇതെല്ലാം കാണുമ്പോഴാണ് സാധാരണ മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ആൾക്കാർ, പിന്നെ അതുകൂടാതെ സ്കാൻ ചെയ്യുമ്പം ഓവറിയിൽ പോളിസിസ്റ്റിക് ചേഞ്ചസ് കാണുക. പോളിസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ സിസ്റ്റുകളാണ്. ഏകദേശം 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള സിസ്റ്റുകൾ ഓവറിയിൽ 10-12 കൂടുതൽ കാണും. അതുപോലെ തന്നെ ഓവറിയുടെ സൈസ് തന്നെ കൂടുതലായിട്ടുണ്ടാവും നോർമലിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ചേഞ്ചസുമായിട്ട് സ്കാൻ റിപ്പോർട്ടുമായിട്ട് വരുമ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ PCOS ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ അതിനെ നമുക്ക് ആ ഡയഗ്നോസിസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. ഓരോ രോഗിക്കും നമ്മൾ അവരുടെ അവസ്ഥ അനുസരിച്ചാണ് ഏതൊക്കെ റിപ്പോർട്ടാണ് വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു കോളറും കൂടിയാണ് ഡോക്ടർ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് കൊല്ലം ജില്ലയിൽ കടക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. മാഡം, ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ശരി. മകൾക്ക് 19 വയസ്സായി. പിന്നെ അവർക്ക് സമയത്തിന് മെൻസ് ആവാറില്ല. ശരി. 3 മാസം 3.5 മാസമൊക്കെ ആകുമ്പോഴാണ് ആവുന്നത്. ആദ്യം തൊട്ടേ അങ്ങനെയാണോ? പ്രായമായപ്പോ തൊട്ടേ അങ്ങനെയാണോ? അതെ അതെ, ആദ്യം തൊട്ടേ അങ്ങനെയാണ്. ശരി. അപ്പൊ ഞാൻ ഡോക്ടറെ ആദ്യം നമ്മള് അടുത്തൊരു ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കൊച്ചുകുട്ടിയല്ലേ, പ്രശ്നങ്ങളൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ശരി. ഇപ്പൊ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് കാണിച്ചായിരുന്നു. ഇപ്പൊ വയസ്സ് 19 ആയപ്പോഴത്തേനും ഇതേ ശീലം മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഒരു ഗൈനക്കോളജിയെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത്, മാഡം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിനകത്ത് മുഴക ചെറിയ കുരുക്കളുണ്ടെന്നാണ് പറഞ്ഞത്. യൂട്രസിനകത്താണെന്നാണോ അണ്ടാശയത്തിലാണെന്നാണോ പറഞ്ഞത്? യൂട്രസിലെന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ അന്ന് ഞാൻ പിന്നെ അവിടുന്ന് ഡോക്ടറെ കണ്ട ഗുളിക ഇപ്പൊ ആവാനായിട്ടുള്ള ഗുളിക കൊടുത്തു. ഒരു 5 ദിവസം കഴിക്കാനുള്ള ഗുളിക കൊടുത്തായിരുന്നു. ശരി. അപ്പൊ അത് കൊടുത്ത് ഞാൻ കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ ആയായിരുന്നു. ശരി. കുട്ടിക്ക് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടോ അതോ സാധാരണ? അപ്പൊ ആ സമയത്ത് നല്ല വണ്ണം, പെട്ടെന്ന് അങ്ങ് ശരീര വണ്ണം വെച്ചു. അവള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് അങ്ങ് വണ്ണം വെച്ചു. അപ്പൊ അന്നേരമാണ് എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇത് എന്താണ്. അപ്പൊ അവളെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം പറഞ്ഞ് അവർക്ക് ശരി. ഇപ്പം ഈ പറയുന്ന അനുസരിച്ച് ഒരു പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആണ് കുട്ടിക്ക് ഉള്ളത്. അപ്പോൾ 19 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ജീവിതശൈലി ക്രമീകരണമാണ്. അപ്പോൾ അമിതമായിട്ട് വണ്ണം വെക്കാതെ ശ്രദ്ധിക്കുക. നമ്മുടെ നാടൻ ആഹാരം കഴിക്കുക, കൂടുതലായിട്ട് മധുരവും അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും ഒക്കെ കുറച്ചൊന്ന് കുറച്ച് അങ്ങനെ എക്സസൈസും ചെയ്ത് വണ്ണം ഒന്ന് ക്രമീകരിക്കുക. ഇപ്പോൾ സാധാരണ നമുക്ക് ഈ അമിതവണ്ണം കുറച്ചാൽ തന്നെ അതൊരു 5 തൊട്ട് 10% വരെ വെച്ച വണ്ണം കുറച്ചാൽ തന്നെ നമ്മുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നതാണ്. അപ്പം അതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. പിന്നെ 2 മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് പീരിയഡ്സ് വരണം. ഇപ്പം കൃത്യമായിട്ട് മാസാമാസം വന്നില്ലെങ്കിലും അപ്പോൾ അതിനുള്ള ചികിത്സ ഈ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അത് തുടർച്ചയായിട്ട് ഒരു 6 മാസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ജീവിതശൈലി ക്രമീകരണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ശരി ഡോക്ടർ, ഒരു കോളറും കൂടിയുണ്ട്. ഹലോ, ആരാണ്?
ഹലോ, ഞാൻ കൊല്ലത്തുനിന്ന് ശ്രുതിയാണ് മാം വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ എന്റെ മോക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ശരി. മോക്ക് ഇപ്പൊ 22 വയസ്സുണ്ട്. എന്റെ മോള് 15 വയസ്സിൽ 5 പഠിക്കുമ്പോഴാണ് മെച്ചുവർ ആയത്. ശരി. അപ്പം ദിവസം മന്ത്ലി ട്വൈസ് അയാള് ഡേറ്റ് ആവുമായിരുന്നു മാം. ഈ മന്ത്ലി ട്വൈസ് വരുന്നത് മാസത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ആണോ, അതോ എത്ര ഗ്യാപ്പ്? മാസത്തിലൊരു ആദ്യത്തെ മാസം ഡേറ്റ് ആയി ഒരു 12 ദിവസം പിന്നെയും ഡേറ്റ് ആവും. ശരി. അപ്പൊ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഹോർമോൺ ചേഞ്ചസ് കൊച്ചിലെ ആയതുകൊണ്ടാ എന്ന് പറഞ്ഞു ഡോക്ടർ. ശരി. പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ വിട്ടേക്ക് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മോക്ക് 22 വയസ്സായി. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഡേറ്റ് ആവുമ്പോ തന്നെ ഭയങ്കര പെയിനാണ്, പിന്നെ തലചുറ്റല്, ഛർദില് ഒക്കെ ഉണ്ട്. ശരി. അതിപ്പം അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇത്, വേദനയും? അല്ല, ഈ ഡേറ്റ് ഈ മെച്ചുവർ ആയപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാണ് മോക്ക്. ഓക്കെ. പക്ഷെ ഇപ്പൊ മാസക്കുളി ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ മാസത്തില്? അല്ലാതെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഇതേപോലെ മന്ത്ലി ട്വൈസ് വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോ ഭയങ്കര ബ്ലീഡിങ്ങും ഛർദിലും തലചുറ്റലും ഒക്കെ ആയിരുന്നു ഡോക്ടർ. ശരി. അപ്പൊ അതിനുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? സ്കാൻ എന്തെങ്കിലും എടുത്തിരുന്നോ? ഞാനിപ്പോ 1 മന്ത് മുമ്പ് ഞാൻ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ യൂട്രസിന്റെ മേളിൽ ചെറിയൊരു സബ്സറസ് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ മാസം രണ്ടാമത്തെ പ്രാവശ്യം ആയി. ശരി. അപ്പം ഈ കുട്ടിക്ക് മറ്റേ ഹോർമോണൽ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡ് അതുപോലെ തന്നെ ബാക്കി ഹോർമോണൽ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിംറ്റംസ് വരുന്ന സമയത്ത് അതിനുള്ള ചികിത്സ കൊടുക്കാൻ ആണ് നമുക്ക് പറ്റുക. ഇതിൽ PCOS ഒന്നും ഇപ്പം അങ്ങനെ പറയുന്നില്ല സ്കാൻ റിപ്പോർട്ടിലൊന്നും. അപ്പോൾ ഹോർമോണൽ അസേ എല്ലാം ചെയ്ത് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സിംറ്റംസ് അനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുകയും പിന്നെ വരുന്ന അനുസരിച്ച് അത് മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ ഡോക്ടർ ഈ ഫസ്റ്റിൽ എന്താണ് ഈ ഛർദിലും ഇങ്ങനെ തലചുറ്റലൊക്കെ വരുന്നത്? അത് ചില കുട്ടികൾക്ക് കാണാറുണ്ട്. അപ്പം സാധാരണ നമ്മൾ ആ സമയത്ത് കുറച്ച് യൂട്രൈൻ സ്പാസം, അതായത് ഗർഭപാത്രം ഒന്ന് കൺട്രാക്ട് ചെയ്ത ബ്ലഡ് ഒക്കെ പുറത്തു വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇതുപോലെ തലകറക്കവും ഛർദിലും ഒക്കെ കാണാറുണ്ട്. അപ്പം അതിനായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. ഇപ്പം മാസത്തിൽ 1-2 ദിവസം ആ മരുന്ന് കഴിച്ചുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാവാറില്ല. സാധാരണ ഒരു ഗർഭം ധരിച്ചതിന് പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സിംറ്റംസ് മാറി കാണുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ശരി ഡോക്ടർ, ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ അപർണയാണ്, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. ശരി ഡോക്ടർ, എനിക്ക് ഡൗട്ട് ചോദിക്കാനായിരുന്നു. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഡിസംബർ 18 പീരീഡ് ആയിട്ട് ഫസ്റ്റ് 2 ഡേ ബ്ലീഡിംഗ് ഇല്ലായിരുന്നു. പിന്നെ 25 തൊട്ട് ജനുവരി 6 വരെ ബ്ലീഡിങ് ഹെവി ഇല്ല, നോർമലായിട്ട്. അത് കഴിഞ്ഞ് ഈ ജനുവരിയും അങ്ങനെ തന്നെ 18-ാം തീയതി ബ്ലീഡിങ് ഇല്ലായിരുന്നു. പിന്നെ 22-ാം തീയതി തൊട്ട് ഈ ദിവസം വരെ ബ്ലീഡിങ് നിന്നിട്ടില്ല. ഇത് നേരത്തെ റെഗുലർ ആയിട്ട് പീരീഡ്സ് നവംബർ വരെ കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരുന്ന ആളാണ്? എനിക്ക് ഒരു 35 ദിവസത്തിനുള്ളിൽ പീരീഡ് ആവും എല്ലാ മാസവും. അതെ, അപ്പൊ ഇപ്പോഴാണ് ഇത്ര ഒരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. അതെ ഡോക്ടർ, ബാംഗ്ലൂർ ഇപ്പൊ ഡിസംബർ തൊട്ട് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ ഇപ്പൊ 2 തവണ ഇതേ രീതിയിൽ വന്നുകൊണ്ട് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ തൈറോയിഡിന്റെ ടെസ്റ്റ്, അതുപോലെ വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാന്, അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കാരണം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, എനിക്കിപ്പോ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതേപോലെ ഞാനിങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 5 മാസം കഴിഞ്ഞപ്പം കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഡോക്ടർ അത് ഞാൻ പീരീഡ് വന്നില്ല, ചെക്ക് ചെയ്തപ്പോ വീക്കിലി പോസിറ്റീവ് കണ്ടു. പിന്നെ അങ്ങ് ബ്ലീഡിംഗ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ പിന്നെ സ്കാൻ ചെയ്തപ്പോ പറഞ്ഞ യൂട്രസിലൊന്നും കുഴപ്പമില്ല, തൈറോയിഡ് ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഓവുലേഷൻ കുറവാ, അത് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്നാ പറഞ്ഞത്. ശരി. അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഗർഭിണി ആയിട്ടില്ല? അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ വന്ധ്യത ചികിത്സ തുടങ്ങാനുള്ള സമയമായി. സാധാരണ നമ്മൾ 1 വർഷം നാച്ചുറലായിട്ട് ശ്രമിച്ചിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. അത് ഭാര്യയും ഭർത്താവിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി അതനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ.
അപ്പം ഇങ്ങനെ ഒരു ആർത്തവത്തിനൊരു വ്യത്യാസം വന്നതുകൊണ്ട് ആ ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അത് അവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് വണ്ണമുള്ള ആളാണോ? അമിതമായിട്ട് വണ്ണം ഉണ്ടോ? ഓവർ വെയിറ്റ് ഒന്നുമില്ല, സ്കാൻ ചെയ്താൽ PCOD ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ല. ഓവുലേഷനിൽ മാത്രമേ ഉള്ളൂ. PCO ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞില്ല? ഇല്ലില്ല, യൂട്രസിന് അല്ലാതെ വേറൊരു കുഴപ്പമില്ല. ഓവുലേഷൻ മാത്രം നടക്കുന്നുണ്ട്, കുറവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി. PCO ചേഞ്ചസ് ഈ പറയുന്ന പോലെ ഓവറിയിൽ വരണം എന്നില്ല, എന്നാലും എന്തെങ്കിലും ഒരു ഹോർമോണൽ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അതൊന്നും നമ്മൾ കറക്റ്റായിട്ട് നോക്കി അതിനുള്ള ചികിത്സ ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്കൊരു ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. PCOD കുറിച്ചാണ് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ രാഖിയാണ് നമുക്ക് മറുപടി പറയുന്നത്. ഡോക്ടർ, നമ്മൾ PCODയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിച്ചു. ഇതിന്റെ ഒരു ചികിത്സാ രീതി, ഇപ്പോൾ മനസ്സ് PCOD ഉണ്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചികിത്സാ രീതി അതെങ്ങനെയായിരിക്കും? PCODയുടെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഒരു രോഗിയുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ ഗോൾസ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ സാധാരണ ഒരു കൗമാരപ്രായക്കാരിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ക്രമം തെറ്റിയ ആർത്തവം, അല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച, മുഖക്കുരു, ആക്നെ അങ്ങനെ വരിക. അപ്പം അതിന് ഒരു രീതിയിലുള്ള ചികിത്സയും, അതേസമയം കല്യാണം കഴിച്ച് വന്ധ്യത ഉള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മൾ വേറൊരു, അതായത് ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സയുമാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ മരുന്ന് കഴിച്ച് ഓവുലേഷൻ ഇൻഡക്ഷന് ശ്രമിക്കുന്നു. അതിന് പറ്റാതെ വരുമ്പം റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസസിൽ നമുക്ക് സർജറി വേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഓവറിയൻ ഡ്രില്ലിംഗ് എന്നോ ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓവറിയിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കും PCO ഉള്ള ആൾക്കാർ, ഹൈപ്പർതീക്കോസിസ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ വളരെ ചെറിയ ഡ്രില്ലിംഗ് ചെയ്യുകയാണ്. അപ്പം കുറച്ചൊരു ഹോർമോണൽ വ്യത്യാസം ഓവുലേഷൻ നടക്കാനുള്ള സാധ്യതയും കൂടി വരുന്ന അങ്ങനെ. അപ്പം സർജറിയുടെ പ്രാധാന്യം ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കേസസിലാണ്. ഈ സർജറി പെയിൻഫുൾ ആണോ ഈ ഒരു സാഹചര്യത്തിൽ? നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ഒരു ഓപ്പൺ സർജറിനേക്കാളും വളരെ വേദന കുറഞ്ഞതും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ വളരെ കുറവാണ്. അല്ലാതെ അമിതമായിട്ടുള്ള വേദനയുള്ള സംഗതിയല്ല. ഇനിയിപ്പോ പണ്ട് കാലത്ത് ഈ PCOD നമ്മൾ വളരെ വിരളമായിട്ട് കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ട് തന്നെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് എടുത്ത് നോക്കിയാലും, ഇപ്പം എവിടെയെങ്കിലും വർക്ക് പ്ലേസിൽ ആൾക്കാരെ എടുത്ത് നോക്കിയാലും കുറച്ചുപേര് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ ആർക്കെങ്കിലും ഒക്കെ ഈ PCOD എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഡോക്ടർ നമ്മളുടെ ഈ മാറിയ ജീവിത സാഹചര്യങ്ങളാണോ ഇത്രത്തോളം ഈ രോഗത്തെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാരണം? അതെ, ഇപ്പോൾ നമ്മൾ ഒരു ലോകത്തെമ്പാടും എടുക്കുകയാണെങ്കിൽ PCOD ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് 4 തൊട്ട് 12, പല സ്റ്റഡികളുണ്ട്, 4 തൊട്ട് 12 വരെ, 6 തൊട്ട് 10 വരെ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ 20% വരെ കാണാറുണ്ട്. അപ്പം ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഒരു ഡയബറ്റിക് ടെൻഡൻസി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOയ്ക്ക് ഉള്ള ഒരു കാരണമാണ്, പല കാരണങ്ങളിൽ ഒന്നാണ്. അപ്പം നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. ഇപ്പം ഈ പറയുന്നത് പോലെ പണ്ടത്തെ പോലെ നമ്മുടെ ആഹാരശീലങ്ങളും നമ്മളുടെ ആ വ്യായാമവും ഒക്കെ ഒത്തിരി കാലത്ത് മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഈ ജനറ്റിക് മ്യൂട്ടേഷനെ ട്രിഗർ ചെയ്തിട്ടാവാം നമുക്ക് ഇത്രയും ഒരു PCO ഇൻസിഡൻസ് ഇപ്പോൾ ഇത്രയും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ച് കുട്ടികളിൽ തന്നെ അമിതവണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ആക്ച്വലി പറഞ്ഞ ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ്. കാരണം ഇപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ ഒത്തിരി കാര്യങ്ങൾ NCD ക്ലിനിക്സ് നടത്തുന്നുണ്ട് ഗവൺമെൻറ് ആശുപത്രികളിൽ. അപ്പം നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ PCOയും നമ്മൾ അത്ര തന്നെ പ്രാധാന്യം, കാരണം ഈ കുട്ടികളാണ് വളർന്നു വരുമ്പം വീണ്ടും ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും അങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലോട്ട് പോകുന്നത്. അപ്പം ഏത് രോഗമാണെങ്കിലും പ്രിവെൻഷൻ നമുക്ക് പല സ്റ്റെപ്പിലാണ്, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ. അപ്പം ആ വരാവുന്ന സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റുന്നത് നമുക്ക് ഈ സ്കൂൾ ഏജ് കൗമാരപ്രായത്തിലുള്ള കുട്ടികളിൽ കൂടെയാണ്. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമസ്കാരം. ഞാൻ ആതിരയാണ് സംസാരിക്കുന്നത്. നമസ്കാരം, പറഞ്ഞോളൂ. മാഡം, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ശരി. എനിക്ക് കല്യാണത്തിന് മുന്നേ ഒന്നും മെൻസസ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് മെൻസസ് ഭയങ്കരമായിട്ട് വരാതെയായി. അതായത് ഇപ്പൊ 1 മാസം, 1.5 മാസമൊക്കെ, 1.5 മാസം 2 മാസമൊക്കെ, അതായത് നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ വരാത്തൊരു സാഹചര്യം പീരിയഡ്സ് വരുന്നില്ല. ശരി. കല്യാണം കഴിഞ്ഞ് അമിതമായിട്ട് വണ്ണം വെക്കുകയോ വല്ലതും ചെയ്തോ? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തടി വെച്ചു. ഞാൻ മുന്നേ ഭയങ്കര കോഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്നോട് അതാണ്, അതുവരെ ഭയങ്കര വർക്ക്ഔട്ട് ചെയ്തിരുന്നൊരു ഡെഡ് ബോഡി ആയിരുന്നല്ലോ. അതെ. അപ്പം ആദ്യം ഒരു കാര്യം ചെയ്താൽ മതി, അമിതമായിട്ട് വെച്ച് ആ വണ്ണം അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ തന്നെ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടന്നോളും. അപ്പൊ നമുക്ക് ഇപ്പൊ തടി കുറച്ചു ഫുൾ വർക്ക്ഔട്ട് ഉണ്ട്, രാവിലെ വൈകുന്നേരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തീരെ ഓവുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും ഓവുലേഷൻ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ ശരി. അപ്പം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, അതിൽ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ കുറിച്ച് കൂടുതലുണ്ടായിരുന്നു. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേ കണക്കിന് ലൈക്ക് ഫോളിക്കുലർ സ്റ്റഡി നടത്തി ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഇൻഡ്യൂസ് ചെയ്ത് നമുക്ക് വേറെ പല ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഉണ്ട് ഇപ്പം. അപ്പം അതിലേതെങ്കിലും ഇപ്പം അല്ലാതെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. പക്ഷേ ആ വെച്ച വണ്ണം കുറയ്ക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ യൂഷ്വലി ഒരു 6 മാസത്തിനുള്ളിൽ ഓവുലേഷൻ മിക്കവാറും ആൾക്കാരിൽ നടക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ ഡോക്ടർ, ഈ വന്ധ്യത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് വളരെയധികം ആളുകളിൽ നമ്മൾ കാണുന്ന ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ PCOD എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ നമ്മൾ ഈ ഒരു വന്ധ്യതയിലേക്ക് എത്രത്തോളം നയിക്കുന്നുണ്ട്? വൺസ് PCOD വന്ന ആൾക്ക് ഈ വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നം നാച്ചുറലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? PCO ഉള്ള ആൾക്കാർക്ക് വന്ധ്യതാ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും വരണം എന്നില്ല, എന്നാലും നമ്മളൊരു നോർമൽ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പം ഇവർക്ക് വന്ധ്യത സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഈ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു പ്രഗ്നൻസി വേണം എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നടന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഓവം വേണമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് അത് ഒരു റീസണാണ്. പിന്നെ അതേ കണക്കിന് ഇവർക്ക് ഈ അമിതവണ്ണം ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് ഒരു നോർമൽ പ്രഗ്നൻസി ആവാനായിട്ടുള്ള സാധ്യത കുറച്ച് പ്രഗ്നൻ്റ് ആവാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഇവർക്ക് അനുഭവപ്പെട്ട് കാണുന്നുണ്ട്. അപ്പം സാധ്യത കൂടുതലാണ് PCO ഉള്ള ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി വരാനായിട്ടുള്ളത് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വൺസ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി അതിനുശേഷമാണ് നമുക്ക് PCOD വരുന്നതെന്ന് വെക്കുക. അപ്പം ഈ ഒരു സെക്കൻഡറി വന്ധ്യതയ്ക്കുള്ള ആദ്യം നമുക്ക് നോർമൽ രീതിയിൽ ഒരു കുഞ്ഞുണ്ടായി, PCOD വന്നു കഴിഞ്ഞ് പിന്നെ ഒരു വന്ധ്യതയ്ക്കുള്ള സാധ്യത എപ്പോഴും വരാം. നമുക്ക് PCO നമ്മുടെ ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും PCO എന്നുള്ള അവർ പ്രീഡിസ്പോസ്ഡ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ PCOS വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതെ അല്ലേ. അതുപോലെ തന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ്, ഏത് പ്രായം മുതൽ ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ടും ഈ PCOD കാണാൻ? യൂഷ്വലി നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ടീനേജിലുള്ള കുട്ടികളിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിലോ 35 ഏജ് ഗ്രൂപ്പിൽ യൂഷ്വലി PCOS കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഏത് മെനോപോസ് വരെ ഏത് പ്രായക്കാരിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡോക്ടർ, ഈ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ കൂടുതലും ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന അത്തരത്തിലുള്ള സ്ത്രീകളിൽ ഈ PCOD വരാനുള്ള സാധ്യത അത് എത്രത്തോളമായിരിക്കും? ഇരുന്നിട്ട് ജോലി ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു. അപ്പം ഈ ഡയറ്റിലുള്ള പ്രശ്നങ്ങളും ഇതേ കണക്കിലുള്ള ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും എപ്പോഴും നമുക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അത് കൂടുതൽ അമിതവണ്ണത്തിന് കാരണമാകാം. അമിതവണ്ണം, നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ഇനേർട്ടായിട്ടുള്ള ടിഷ്യൂ അല്ല, അതൊരു മെറ്റബോളിക്കലി ആക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം ഫാറ്റ് കൂടുതലുള്ളവർക്ക് ഈ ആൻഡ്രോജൻ സെക്രീഷൻസ് കൂടുതലായിരിക്കാം. അപ്പം അങ്ങനെ ആ പുരുഷ ഹോർമോണിൻ്റെയും സ്ത്രീ ഹോർമോണിൻ്റെയും ആ ഇംബാലൻസ് വരുമ്പോൾ ഇവർക്ക് ഡെഫിനറ്റ്ലി PCOSലേക്ക് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇരിക്കുന്നതിലല്ല, ആ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലാണ് പ്രശ്നം വരുന്നത്. ഡോക്ടർ, അതുപോലെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനാണ്. നമ്മൾ ഈ വരാതെ കാക്കാം, രോഗങ്ങളെ വരാതെ കാക്കാമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ച് ആണ്? നമ്മൾ ഇപ്പോഴത്തെ ഈ ആധുനിക ലൈഫ് നമുക്കറിയാം, ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എക്സസൈസ് അധികമില്ല ആൾക്കാർ, പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? ഇതിനെ എങ്ങനെ വരാതെ നമുക്ക് സൂക്ഷിക്കാം? നമുക്ക് ആക്ച്വലി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു തലമുറയെ നമുക്ക് ഈ PCOSന്ന് രക്ഷിക്കാൻ പറ്റും. അത് നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തന്നെ തുടങ്ങണം. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നമുക്ക് കുട്ടികളെ കണ്ടാലറിയാം ഇന്ന ആൾക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പം ഒത്തിരിയും വൈഡ്ലി റെഡ് ആണ് ആൾക്കാരെല്ലാം, ഇന്ന പ്രശ്നങ്ങൾ, വണ്ണമുള്ള കുട്ടി, അമൃതവണ്ണം, ഇതൊക്കെ അവർക്കൊരു സൈക്കോളജിക്കൽ സ്ട്രെസ്സാണ് കുട്ടികൾക്ക്. കാരണം ഇപ്പം സൗന്ദര്യ സംരക്ഷണമൊക്കെ ഒത്തിരി ഉള്ള സമയത്ത് ഈ കുരുവും അമിത രോമ വളർച്ചയുള്ള കുട്ടികൾക്കൊരു സൈക്കോളജിക്കൽ സ്ട്രെസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ട് അവർ നേരത്തെ തന്നെ നമ്മളിത് അതിനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒബ്വിയസ്ലി ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ്.
പക്ഷേ ഒരു വീട്ടിലൊരു PCO ഉള്ള കുട്ടി ഉള്ളപ്പം ആ കുട്ടിയെ മാത്രം നമുക്ക് ഡയറ്റിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. ആ ഫാമിലി മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ കുട്ടികൾ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി, സ്കൂളിലുള്ള ചേഞ്ച്. ഇപ്പോൾ സ്കൂൾസിലാണെങ്കിൽ ക്യാൻറ്റീൻസ് പല സ്കൂൾസിലും ഉണ്ട്. അവിടെ നമുക്ക് ഈ ജങ്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. അപ്പം സ്കൂളിൽ നിന്ന് ഒരു റിക്വസ്റ്റ്, കാരണം ആപ്പിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തു വിടുക എന്നൊരു റൂൾ ഇറക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് പേരൻസ് വിൽ ബി ഹാപ്പി. അവരപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം. അതും എക്സസൈസും അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ പുറത്ത് വിടാറില്ല, വീട്ടിലിരുത്തി കമ്പ്യൂട്ടർ, അങ്ങനെ മിക്കവാറും എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. അപ്പം അതിനെ നമ്മൾ എക്സസൈസിനെ നമ്മൾ എൻകറേജ് ചെയ്യുക. അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ടേ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതായത് PCOD ഇന്ന് വ്യാപകമാണ്, പക്ഷെ നമുക്ക് വിചാരിച്ചാൽ വേഗം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗം കൂടിയാണ് PCOD. എന്തായാലും വളരെ നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ നമുക്കിപ്പം അതിഥിയായി ചേരുന്നതിന്. നാളെ മറ്റൊരു വിഷയവുമായി ഡോക്ടർ ക്യൂവിലൂടെ കാണാം. നമസ്കാരം.